നമസ്സർവേഭ്യഃ. ഇന്ന് നമുക്ക് അർജുന വിഷാദ യോഗത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകമാണ് നോക്കേണ്ടത്. ആദ്യത്തെ ശ്ലോകത്തിൽ ധൃതരാഷ്ട്രരുടെ ചോദ്യം നാം കേട്ടു. അതിനുള്ള സഞ്ജയന്റെ മറുപടിയാണ് ഈ രണ്ടാമത്തെ ശ്ലോകം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇരു സൈന്യങ്ങളും മുഖാമുഖം നിൽക്കുകയാണ്. പാണ്ഡവ സൈന്യത്തിന്റെ ക്രമീകരണം കണ്ട് പരിഭ്രമിച്ച ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിക്കുന്നതും യുദ്ധസന്നാഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതുമാണ് ഈ ഭാഗത്തെ വിഷയം. ആദ്യം നമുക്ക് ശ്ലോകം കേൾക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത അഥ പ്രഥമോധ്യായഃ. അർജുന വിഷാദയോഗഃ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഓരോ വരിയുടെയും അർത്ഥം നോക്കാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു. ദൃഷ്ട്വാ കണ്ടിട്ട്, തു ആകട്ടെ, പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ, വ്യൂഢം വ്യൂഹമായി അണിനിരന്ന, തഥാ അപ്പോൾ, ദുര്യോധനഃ ദുര്യോധനൻ അണിനിരന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടപ്പോൾ ദുര്യോധനൻ അസ്വസ്ഥനായി. രണ്ടാമത്തെ വരി നോക്കാം. ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ആചാര്യം ആചാര്യനെ, അതായത് ദ്രോണരെ, ഉപസംഗമ്യ സമീപിച്ച്, രാജാവ് വചനമബ്രവീത് വാക്കുകൾ പറഞ്ഞു. തന്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുക്കൽ ചെന്ന് ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. സഞ്ജയൻ പറഞ്ഞു, ഹേ രാജാവേ, വ്യൂഹമായി അണിനിരന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധനൻ ആചാര്യനായ ദ്രോണരുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. അതായത് ഇതിലൊരു ജീവിത പാഠമുണ്ട്. അധർമ്മം ചെയ്യുന്നവർക്ക് പുറമെ എത്ര വലിയ സൈന്യബലം ഉണ്ടായാലും പ്രതിസന്ധികളിൽ അവരുടെ മനസ്സ് പതറിക്കൊണ്ടിരിക്കും. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിന് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. കൗരവർക്ക് വലിയ സൈന്യം ഉണ്ടായിരുന്നിട്ടും പാണ്ഡവരുടെ കൃത്യമായ ചിട്ടയോടുള്ള ക്രമീകരണം കണ്ടപ്പോൾ ദുര്യോധനന്റെ ഉള്ളിൽ ഭയം ഉടലെടുത്തു. ഈ ഭയം മറയ്ക്കാനാണ് അവൻ ഗുരുവിന്റെ അടുത്തേക്ക് ഓടിയത്. സംഖ്യാബലത്തേക്കാൾ പ്രധാനം കാര്യങ്ങൾ എത്രത്തോളം ചിട്ടയായി ചെയ്യുന്നു എന്നതിലാണ് വിജയം ഇരിക്കുന്നത് എന്ന് പാണ്ഡവരുടെ സൈന്യവ്യൂഹം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികൾ കാണുമ്പോൾ നാം പരിഭ്രമിക്കാറുണ്ട്. എന്നാൽ ആ പരിഭ്രമം നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കരുത്. ദുര്യോധനനെ പോലെ ഭയം കൊണ്ട് പതറാതെ പാണ്ഡവരെ പോലെ വ്യക്തമായ പ്ലാനിങ്ങോടെ ജീവിതത്തെ നേരിടുക. അടുത്ത ശ്ലോകം കേൾക്കാം. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ
तव शिष्येण धीमता. വരികളുടെ അർത്ഥം നോക്കാം. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. പശ്യ നോക്കിയാലും കണ്ടാലും, ഏതാം ഈ പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരുടെ, ആചാര്യ ഹേ ഗുരുവേ, മഹതീം വലിയ, ചമൂം സൈന്യത്തെ, ഹേ ആചാര്യ പാണ്ഡുപുത്രന്മാരുടെ ഈ വലിയ സൈന്യത്തെ അങ്ങൊന്ന് നോക്കിയാലും. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. വ്യൂഢാം വ്യൂഹമായി നിർത്തിയിരിക്കുന്ന, ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ, അതായത് ദൃഷ്ടദ്യുമ്നാൽ, തവ അങ്ങയുടെ, ശിഷ്യേണ ശിഷ്യനായ, ധീമത ബുദ്ധിമാനായ, അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യൻ ദ്രുപദപുത്രനാൽ, അതായത് ദൃഷ്ടദ്യുമ്നാൽ ആണ് ഇത് അണിനിരത്തപ്പെട്ടിരിക്കുന്നത്. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. ഹേ ആചാര്യ, അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യൻ ദൃഷ്ടദ്യുമ്നാൽ വ്യൂഹമായി അണിനിരത്തപ്പെട്ട പാണ്ഡവന്മാരുടെ ഈ കൂറ്റൻ സൈന്യത്തെ നോക്കിയാലും. ജീവിതപാഠം. അസൂയയുള്ള മനസ്സ് മറ്റുള്ളവരുടെ ഔദാര്യത്തെ പോലും പരിഹസിക്കാനും അവരുടെ പഴയ പിഴവുകളെ കുത്തിനോവിക്കാനും എപ്പോഴും ശ്രമിക്കും. ദ്രോണരെ വധിക്കാൻ ജനിച്ച ദൃഷ്ടദ്യുമ്നനെ ദ്രോണർ തന്നെ വിദ്യ പഠിപ്പിച്ചു. ആ ശിഷ്യൻ ഇന്ന് ശത്രുപക്ഷത്ത് സൈന്യത്തെ നയിക്കുന്നത് കാട്ടി ദുര്യോധനൻ ഗുരുവിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് മൂന്നാമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ ദുര്യോധനന്റെ കുതന്ത്രം നമുക്ക് കാണാം. ശത്രു സൈന്യത്തെ നയിക്കുന്നത് ദ്രോണരുടെ തന്നെ ശിഷ്യനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ തന്റെ ഗുരുവിനെ പരിഹസിക്കുകയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ദുര്യോധനന്റെ മാനസിക സംഘർഷമാണ് നാം കണ്ടത്. പാണ്ഡവ സൈന്യത്തിലെ കരുത്തരായ യോദ്ധാക്കൾ ആരൊക്കെയാണെന്ന് ദുര്യോധനൻ തന്റെ ഗുരുവിനോട് വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നാളെ കാണാം. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഒന്നാം അധ്യായത്തിലെ 4 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ധന്യവാദ. ഹരേ കൃഷ്ണ.